എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി വരാനുള്ളത് നിയമസഭാ ഇലക്ഷനാണ്. അതുപോലെ തന്നെ ഇനി സത്യപ്രതിജ്ഞയൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ആനുകൂല്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വീണ്ടും നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്തുമസ് ഫെയർ. നിങ്ങൾക്കിവിടെ ഒരു സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ സാർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലിട്ടതാണ്. അതായത് ക്രിസ്മസ് ഫെയർ അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ഇന്നലെയാണ് കഴിഞ്ഞിട്ടുള്ളത്. ക്രിസ്മസ് ഫെയറിൻ്റെ 2020 ജില്ലാതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിച്ചു ഇന്നലെ. അതുപോലെ തന്നെ ഡിസംബർ 24 വരെയാണ് തിരുവനന്തപുരത്തും കോട്ടയത്തും ആലപ്പുഴയിലും പ്രത്യേക ക്രിസ്മസ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. എന്നാൽ മറ്റെല്ലാ ജില്ലകളിലും ഒരു കുറവും വരുത്താതെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും പീപ്പിൾസ് ബസാറുകളും ക്രിസ്മസ് ഫെയറായി പ്രവർത്തിക്കും. എല്ലാവർക്കും അമിത വില നൽകാതെ നല്ല സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് ഈ ഒരു ചന്തകളുടെ ലക്ഷ്യം. ഹോർട്ടികോർപ്പ്, MPI, പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, വിവിധ സഹകരണ സംഘങ്ങൾ എന്നിവയുടെ ഉൽപ്പന്നങ്ങളും ചന്തകളിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ഫെയറിലൂടെ നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ നല്ല സാധനങ്ങൾ, ആവശ്യമായ സാധനങ്ങൾ ഈ ഒരു ക്രിസ്മസ് ഫെയറിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തതാണ് ക്ഷേമ പെൻഷൻ. കുടിശ്ശിക ഇല്ലാതെ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും വളരെ കൃത്യമായി നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസം നൽകിയ കാര്യമായിരുന്നു സൗജന്യ കിറ്റ്. നമുക്കറിയാം ഡിസംബർ മാസം വരെ 4 മാസം വരെ ഉണ്ടാകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ വിതരണം കൂടുതൽ നീട്ടിവെച്ചു. അതായത് ഇനി നിങ്ങൾക്ക് ഏപ്രിൽ മാസം വരെ ഈ ഒരു സൗജന്യ കിറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള യോഗം 24-ാം തീയതി എന്തായാലും ചേരുന്നതായിരിക്കും. ആ ഒരു യോഗത്തിൽ ഇതിനെക്കുറിച്ച് അന്തിമ തീരുമാനം എന്തായാലും എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ആനുകൂല്യങ്ങൾ നൽകിയ തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.